ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പം ഇന്ന് രാവിലെ കുക്കിംഗ് ഒന്നുമില്ല. ഇന്ന് ഫുൾ രാവിലെ റെസ്റ്റാണ്. കാരണം ഇന്ന് രാവിലെ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ അടുത്ത് ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അവിടുന്ന് നമുക്ക് എന്തെങ്കിലും മസാല ദോശയോ അങ്ങനെയുള്ള ഐറ്റംസാണ്. അങ്ങനെ ഞങ്ങളിപ്പം നോണൊന്നും അങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ അതെന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു രാവിലെ. ഇന്ന് സാറ്റർഡേ ആണ്, ശ്രീഹരിക്ക് ഓഫീസില്ല. അപ്പം പിന്നെന്താണ്, അങ്ങനെ രാവിലെ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. അവിടെ നിന്ന് വാങ്ങിച്ച് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകണമെന്നാണ് ഉച്ച കഴിഞ്ഞിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ട് അതങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല സംഭവം. മസാല ദോശയും ഇഡ്ഡലിയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കുറച്ച് നാളായിട്ട് അത് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ വാങ്ങിച്ചു. അപ്പം അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് വലുതായിട്ടുള്ള ഒരു കുക്കിംഗ് ഒന്നുമില്ല. കാരണം മീനൊക്കെ ഓൾറെഡി വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നത് ഇരിപ്പുണ്ട്. പിന്നെ കൂട്ടാൻ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും ഒഴിക്കാൻ എന്തെങ്കിലും ഒരു കറിയും പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ ഉണ്ടാക്കിയാൽ മതി. ഉച്ചക്കത്തെ കാര്യം സെറ്റായി. ഉച്ച കഴിഞ്ഞ് നമ്മൾ എവിടെയോ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. മൂടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ശനിയാഴ്ച ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. വലിയ പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ സിനിമയൊന്നും അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഈ ആഴ്ച സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു. അങ്ങനെ വലുതായിട്ട് ഒന്നുമില്ലായിരുന്നു. മസാല ദോശയും പിന്നെ എക്സ്ട്രാ 2 ഇഡ്ഡലിയും കൂടെ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ കോഫി ഇഷ്ടമായതുകൊണ്ട് കോഫിയും വാങ്ങിച്ചു. ഇത് തിരുനെൽവേലി ഹൽവ ഒന്ന് വാങ്ങിച്ച് ഞാനൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരിത്തിരിയേ ഉള്ളായിരുന്നു. ജസ്റ്റ് എന്തോന്ന് ഭയങ്കരമായിട്ടും കേട്ടിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു. കോഫിയും നല്ലതായിരുന്നു. ഇത് ഷുഗർലെസ് ആണ് കോഫി. നമ്മൾ ഷുഗർ സെപ്പറേറ്റ് ഇടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞ സംഭവം ഇച്ചിരിയേ ഉള്ളൂ. ഇത്രയേ ഞാൻ വാങ്ങിച്ചുള്ളൂ. ഇത് ഞാൻ കാണിച്ചില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയാലോ, എനിക്കങ്ങനെ വലിയൊരു ടേസ്റ്റ് ചെയ്തിട്ട് വലിയൊരു പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. സാധാരണ ഹൽവയുടെ ടേസ്റ്റ് ഭയങ്കര പഞ്ചസാര ടേസ്റ്റ് തോന്നിക്കുന്നു. ഇനി ഇവിടുന്ന് വാങ്ങിച്ചതിൻ്റെ കുഴപ്പമാണെന്നില്ല. പക്ഷെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഫിൽറ്റർ കോഫി എന്നാ പേര്. ഇവിടെ കല്യാൺ നഗറിലുള്ള. എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുമ്പം ഇപ്പം കുറേ നാളായിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത്. വേറെ ഇവിടെ അങ്ങനെ, കാരണം ഇതൊരു ഫിൽറ്റർ കോഫി ഒരു തമിഴ് ക്യുസീനാണ്. ആ ഒരു രീതിയിലുള്ള മസാല ദോശയും പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ അതാണ് ഇഷ്ടം. കർണാടക സ്റ്റൈലിലെ സാമ്പാറും ദോശയും ചമ്മന്തി ഒന്നും ഞങ്ങൾക്ക് ആക്ച്വലി കർണാടക സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഉച്ചക്കത്തെ ലഞ്ച് ഐറ്റംസ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ആ സാമ്പാറിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് എനിക്ക് അതിൽ നമ്മുടെ സാമ്പാർ അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണ് എനിക്കിഷ്ടം. എനിക്ക് ആ ഒരു ഭയങ്കരമായ മധുരം വരും അവരുടെ സാമ്പാറിനെയും കർണാടക സ്റ്റൈൽ സാമ്പാറിന്. അപ്പം അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് പിന്നെ ആ ദോശ, ബെന്നെ ദോശ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനെ ഇവരുടെ മസാല ദോശ നമ്മുടെ പോലെ
നമ്മുടെ അവിടെ കിട്ടുന്നത് പോലുള്ള അല്ലെങ്കിൽ തമിഴ് സ്റ്റൈൽ ഒരു വലിയ മസാല ദോശ ഇല്ല, ഇങ്ങനെ പേപ്പർ ചെയ്ത് അതല്ല, ഇച്ചിരി കട്ടിയിലുള്ള ഒരു ദോശ, അതിനകത്ത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വെച്ചാണ്. അതിന് ഇവിടെ ബെന്നെ മസാല ദോശ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, പക്ഷെ ആ ദോശ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കൂടുതലും മറ്റേ നമ്മുടെ സാധാരണ മസാല ദോശയാണ് ഇഷ്ടം. സാധാരണ നമ്മുടെ അവിടെ ആര്യാസിലും കിട്ടുന്ന ടൈപ്പ് മസാല ദോശയില്ലേ, അതൊരു തമിഴ് സ്റ്റൈൽ, ഒരു നമ്മുടെ കൂടുതലും ആ ഒരു സ്റ്റൈലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മസാല ദോശയാണെങ്കിലും കൂടുതലൊരു തമിഴ്നാട് സ്റ്റൈലാണ്, അല്ലാതെ ഇതല്ല. ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ കട്ടിയുള്ള ദോശയിൽ ഇങ്ങനെ മസാല ദോശ പോലെ കഴിച്ചിരിക്കുന്നത്. അതെനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. ഇങ്ങനെ ഞാൻ കുത്തിയിരുന്ന് ഞങ്ങൾ ഒരു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വാങ്ങിക്കത്തേയില്ലായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വാങ്ങിക്കേണ്ട സാഹചര്യം വന്നാൽ ചിലപ്പം നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വെളുപ്പിനെയല്ലേ വരുന്നത്. അന്നേരം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് വാങ്ങിച്ച് നമുക്ക് അന്ന് അത്ര അറിയാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമ്പോൾ ഇതാവുമ്പോൾ എനിക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു അത് കഴിക്കാനായിട്ട്. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള റെസ്റ്റോറൻ്റൊക്കെ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിലൊരു നല്ലത് ഇതാണ് ഇത്. പിന്നെ വേറൊരെണ്ണം, ഒരു സെന്തൂർ കഫേ ഉണ്ട്, പക്ഷെ അത് ഒത്തിരി ദൂരെയാണ്. അതും ഈ ഒരു തമിഴ് സ്റ്റൈൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്, അവരുടെ രീതിയിലുള്ള സാമ്പാറും കാര്യങ്ങളും ഒക്കെ, ചട്നിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നല്ലതാണ്. ബാക്കിയെല്ലാം ഇത് നല്ല ഇഡ്ഡലി സാമ്പാറും മസാല ദോശയും കാര്യങ്ങളൊക്കെയാണ്. ഇതതുകൊണ്ട് നല്ലതായിരിക്കും. എനിക്കിതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടിട്ട് എനിക്ക് വലിയൊരു ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. എന്താണെന്നറിയത്തില്ല. മധുരം കഴിക്കാൻ തോന്നുമ്പം കഴിക്കാൻ പറ്റും. എന്താ പറയുക, ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. ചിലപ്പം ഒറിജിനലി അങ്ങനെ ആയിരിക്കണം, അതറിയത്തില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു ചെറിയത് അതിങ്ങനെ ഇതിനകത്ത് കണ്ടപ്പോൾ വാങ്ങിച്ചു നോക്കിയത്. എന്താ ഈ തിരുനെൽവേലി ഹൽവയ്ക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത. ഇനി നമുക്ക് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഉച്ചക്കത്തെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ ഇരിപ്പാണ്. നമുക്ക് എന്തെങ്കിലും തോരനും ഒക്കെ ഇടാം. അതിന് മുമ്പ് തുണിയൊക്കെ വിരിച്ചിടാനുണ്ട്, തുണിയൊക്കെ അലക്കാനിടാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ തുണി നനയ്ക്കാനിടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ മുകളിലാണ്, അവിടെ വെയിലടിക്കും, പ്രത്യേകിച്ച് രാവിലെ ടൈമിൽ വെയിലടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നമ്മുടെ ഒരു ടവലിട്ടിട്ട് അതിലാണ് പാത്രങ്ങൾ ഉണക്കാൻ വെക്കുന്നത്. അപ്പോൾ ആ വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ആ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് തുണിയൊക്കെ ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനിയും കൂട്ടാനൊക്കെ ഒരുക്കാം. അപ്പോൾ കൂട്ടാനൊരുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് 2 പീസ് ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട്. പിന്നെ പയറ് തോരനുമാണ് വെക്കുന്നത്. അപ്പോൾ ഈ പയറ് തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞങ്ങളുടെ മിക്സിക്ക് ഈയിടെ ഒരു പണി കിട്ടി, ഞങ്ങൾ പുതിയ മിക്സി മേടിച്ചു. അപ്പം മേടിച്ചത് നമ്മുടെ പ്രീതി സോഡിയാക്കാണ്. അപ്പം അതിലെങ്ങനെയാണ് സംഭവം, ഈ പയറ് തോരൻ അരിയാവോ എന്നാണ് ഞാൻ അരിയാവെന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്ലൈസറിൽ ഇതിങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വട്ടത്തി അരിഞ്ഞ് കിട്ടുമോ എന്ന്. ഇപ്പോൾ ഏതായാലും നമ്മൾ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഫ്ലോപ്പായാലും അത് തോരൻ വെക്കാനുള്ളത് അങ്ങ് വെക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ അരിഞ്ഞ് നോക്കി. ഒരുമാതിരിയൊക്കെ നടന്നു, വലിയ കുഴപ്പമില്ലാതൊക്കെ വന്നു. അപ്പം ഇച്ചിരി തിന്നാണ്, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് തോരൻ വെച്ചിട്ടും ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് വെന്തൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അത് തോരന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് എന്താണ്, ബീറ്റ്റൂട്ട് പച്ചടി വെക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അരിയാണ്, പക്ഷെ ഞാൻ വെച്ചില്ല. അതിന് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ പയറെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പയർ തോരനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ചതച്ച് അത് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗുണം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തോരനൊക്കെ പെട്ടെന്നായി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മളുണ്ടല്ലോ പയറിന് ഞാനിങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതിലൊന്ന് ആ സ്ലൈസർ വെച്ചിങ്ങനെ സ്ലൈസ് ചെയ്ത് നോക്കിയാലോ വട്ടത്തിൽ കിട്ടുമെന്ന്. ഒരു 80% ശരിയായി, പക്ഷെ ഒരു 20% കുറവുണ്ട്. കാരണം തുടക്കത്തിൽ ഇത് നല്ലതായിട്ട് സ്ലൈസ് ആയി തന്നെ വന്നു. അപ്പോൾ അത് തീരാറാകുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഘനം തീരാറാകുമ്പോഴത്തേനും ഈ പയർ ഇങ്ങനെ കുത്തി നിന്ന പയറങ്ങ് കിടന്നപ്പോഴത്തേനും ആ ഒരു രീതിയിലാണ് കുറച്ചൊന്ന് എന്താ പറഞ്ഞേ അതിങ്ങനെ സ്ലൈസായി വന്നത്. അതുകൊണ്ടൊരു ചെറിയ ഷേപ്പ് വ്യത്യാസം വന്നു. ഇത് ആ രീതിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു എന്നല്ല, ഞാൻ പിടിച്ചുകൊണ്ട് നിന്നില്ല. തീരാറായപ്പോഴത്തേനും അതങ്ങ് കിടന്നപ്പോൾ ആ സ്ലൈസറിൽ ആ ഒരു നീളത്തിലാണ് സ്ലൈസ് ആയി വന്നത്. ആ ഒരു എഴുപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പം വെന്ത് കഴിയുമ്പോൾ ഒന്നാമത് തീരെ തിന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഫുൾ ആ ഒരു വട്ടത്തിൽ തന്നെ വന്നിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയായേനെ. പക്ഷെ അതിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ആ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വന്നതുകൊണ്ട് അതൊരു കാണാനൊരു അഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് വെന്ത് കഴിയുമ്പോൾ അതങ്ങ് എല്ലാം അങ്ങ് ചേർന്നോളും. ഇപ്പം അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നല്ല വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. എന്തിനും ഇത് നിന്ന് ഇങ്ങനെ അരിയണ്ടേ? ഈ പയർ തോരനൊക്കെ അരിയുന്നത് എത്ര നേരം അങ്ങനെ അരിയണം? അത് ഒഴിവാക്കാം. അത് നല്ലൊരു കാര്യമാണ്. പിന്നെന്താണ്, ഇനി നമുക്ക് ഒഴിച്ചുകറി ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ള. ബീട്രൂട്ടും ഇതൊന്നും ഇവിടെ വലിയ പോകുന്ന കാര്യമല്ല. വല്ലപ്പോഴും ഞാൻ ശകലം ബീട്രൂട്ടൊക്കെ കഴിക്കണ്ടേ എന്ന് വിചാരിച്ച്, എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്ക് മേടിച്ചിട്ട് എന്തെങ്കിലും തോരനോ ഒക്കെ ആക്കും. തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചടിയാണ് ഞങ്ങൾ ബീട്രൂട്ടിൽ കഴിക്കുന്നത് പച്ചടിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പം ഒരു ചെറിയ പീസേ ഇരിപ്പുള്ളൂ, അത് വല്ലതും ആക്കണോ? അതും ആദ്യം ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ബീട്രൂട്ട് കഴിക്കുന്നത് പുറമോട്ടാണ്. ഈ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 2 ദിവസം ഇരിക്കും. അപ്പം അത് കഴിച്ചില്ലെങ്കിൽ നാളെയും കൂടെ അതിരുന്ന് കഴിഞ്ഞാൽ ശരിയാക്കില്ല, അത് കളയേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ കേസ് പറയാം. ഒരാൾ തന്നെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വയ്ക്കും. കാരണം പിറ്റേ ദിവസം അവർ ഓടിക്കോളും. രണ്ടുപേരും കൂടെ കഴിക്കാതാവുമ്പോഴത്തേനും അത് ശരിയാവത്തില്ല. അതെന്തായാലും നാളെ കളയേണ്ടി വരും. അപ്പൊ സാധാരണ ഒരു മോര് കാച്ചതാണെങ്കിൽ ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും കഴിക്കും. ഞങ്ങളത് തീർക്കും, രണ്ടുപേരും തീർക്കും, ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ മോര് കാച്ചത് അല്ലെങ്കിൽ സാധാരണ ഒരു വെള്ളരിക്ക, കുമ്പളങ്ങ, പുളിശ്ശേരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പം ഇത് ഞാൻ പച്ചടി തന്നെ ആക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ തേങ്ങ കുറവാണ്. ഞാൻ തോരനും കുറച്ച് തേങ്ങ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ പച്ചടിക്ക് ഇച്ചിരി തേങ്ങയൊക്കെ വേണം, അല്ലെങ്കിൽ അതിനൊരു സുഖം കാണത്തില്ല. ഇച്ചിരി കൂടെ തേങ്ങ വേണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനിതങ്ങ് പച്ചടി ആക്കും. അല്ലെങ്കിൽ ഈ ബീട്രൂട്ട് അങ്ങ് ആയേക്കാം പച്ചടി. അത്രയെങ്കിലും ബീട്രൂട്ട് ചെല്ലുവാണെങ്കിൽ ചെല്ലട്ടെ എന്ന് വിചാരിച്ച. അപ്പം തേങ്ങ തിരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് എന്ന് വായിക്കണം. എനിക്കും മടിയാണ്, ശ്രീഹരിക്കും മടിയാണ്. ഞങ്ങളിന്ന് തേങ്ങ തിരുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മീൻകറി ഓൾറെഡി മീൻ വറുത്തതും ഉണ്ട്. ഇത് തോരനും ആക്കും, മോരും കാച്ചും, ഇത് പച്ചടിയാക്കും. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ തീരും. അങ്ങനെയാണ് ഇന്നത്തെ ചിന്ത. അപ്പം ഞാൻ ഇത് വേഗം അരിഞ്ഞ് വേവിക്കാൻ വെക്കട്ടെ. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മുടെ ബീട്രൂട്ട് പച്ചടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോരനെല്ലാം കടുവറുത്ത് അതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ബീട്രൂട്ടിന് ഞാനിവിടെ തകൃതിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കറണ്ട് വന്നും പോയിരിക്കുന്നു. അവസാനം ഞാൻ
തീരുമാനിച്ചു ബീട്രൂട്ട് പച്ചടി വെക്കുന്നില്ല. കാരണം കുറേ നേരം ഇങ്ങനെ കറണ്ട് വന്നും പോയി കളിച്ചു. അപ്പോൾ ഞാൻ ഇനി ഇത് അരയ്ക്കാനൊക്കെ വേണ്ടേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് സ്കിപ്പ് ചെയ്തൊക്കെ. എന്തായാലും മീൻ വറുത്തതും തോരനും മീൻ കറിയും എല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഇനി അതും ഈ പച്ചടി വേണ്ടാന്ന് വെച്ച് ഞാനത് അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു വേറൊരു ദിവസം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ടൈമിൽ ഞാൻ നമ്മുടെ പുളിശ്ശേരിക്ക് കടുക് വറുത്തു. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, കാരണം ഇതെല്ലാം മിക്കവാറും ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കടുക്, മുളക്, കറിവേപ്പില, ജീരകം, ഉഴുന്നുപരിപ്പല്ല, ഉലുവ ഇതെല്ലാം ചേർത്ത് മോരും കാച്ചി. പിന്നെ ഞാൻ നമ്മുടെ മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വെച്ചതാണ്. അപ്പം അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. കേരയായിരുന്നു മീൻ. അപ്പം സാധാരണ മാരിനേഷനൊക്കെ തന്നെ അതെല്ലാം ചെയ്ത് അതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇനി തുണി വിരിച്ചിടുവാണ്. തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പം ഞാനിപ്പം തുണിയൊക്കെ വിരിച്ചിടുവാണ്. ഞാൻ സംസാരിച്ചുകൊണ്ട് തുണിയൊക്കെ വിരിച്ചിടുവാണ്. ഞാൻ ബീട്രൂട്ട് പച്ചടി വെച്ചില്ല, കാരണം ഇവിടെ കറണ്ട് പോയും വന്നും ഇരുന്നു, എന്താണെന്നറിയത്തില്ല. വന്നു, പക്ഷെ കുറച്ച് നേരം കറണ്ട് പോകാൻ വേണ്ടി പോയിരുന്നു. അപ്പം ഞാൻ പിന്നെ അതെടുത്ത് അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഇനി ഇത് ഇത്ര മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഇനി കറണ്ട് വരുന്നിടം വരെ കാത്തിരുന്ന് എനിക്കത് പിന്നെ തേങ്ങ ഒക്കെ അരച്ചൊക്കെ എടുക്കണ്ടേ, അതിനുള്ള മടിക്ക് ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു. തോരനും മോര് കാച്ചിയതും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടല്ലോ, അത് മതിയെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്ന ഒന്നും പതിഞ്ഞില്ല, കാരണം എൻ്റെ മുടി കൊണ്ട് മൈക്ക് ഓഫായിപ്പോയി. പിന്നെ ഞാൻ സംസാരിച്ചൊന്നും ഓഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാനിപ്പം വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായില്ല, കാരണം ഞാൻ ഓർക്കുന്നില്ല എന്തൊക്കെ ഞാൻ ആ സമയത്ത് സംസാരിച്ചു എന്ന്. കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോവാണ്. ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. കുറച്ച് നേരമൊക്കെ ചിലപ്പം കിടന്ന് ഉറങ്ങും, ഇന്ന് ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് പോകത്തുള്ളൂ. അപ്പം നമുക്കിനി ചോറുണ്ണാം. അപ്പം ഇതൊക്കെയായിരുന്നു മീൻകറി, മീൻ വറുത്തത്, തോരൻ, മോര് കാച്ചിയത്, അതൊക്കെ കഴിച്ച് ചോറൊക്കെ കൊണ്ടിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പം ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പോകുന്ന ഭാരതി സിറ്റിയിലേക്കാണ്. എനിക്ക് മാക്സിലൊന്ന് കയറണം, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഭാരതി സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പം അവിടെ പക്ഷേ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു, കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തില്ല, ഓട്ടോയ്ക്കാണ് പോയത്. അപ്പം ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ ഭാരതി സിറ്റിയിൽ, ഭാരതി മോൾ ഓഫ് ബംഗളൂരുവിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം മഴ പെയ്യും എന്നൊരു ഇതിലാണ് ഓട്ടോയൊക്കെ എടുത്ത് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടിയിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഞങ്ങൾക്ക് അടുത്താണ്, 5-6 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അപ്പം പോകാനുള്ള ദൂരമുള്ളായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു. മഴക്കാരിങ്ങനെ കൊണ്ടുവന്നേ ഉള്ളൂ, പെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴത്തേനും ഇവിടെയും ഒത്തിരി, നമ്മൾ എലമെൻറ്റ്സ് മോളിൽ കൊണ്ടുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ കടകളുണ്ടായിരുന്നു. ഇതുപോലെ കമ്മലുകൾ, ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ് എന്ന് വേണ്ട കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു, പക്ഷേ സൺഡേസിലെ പോലെ വലിയ തിരക്കില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരെ ആദ്യം കയറിപ്പോയത്, ഞങ്ങൾ കാപ്പിയും ചായ ഒന്നും കുടിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നേരെ ഞങ്ങൾ ഇവിടെ MDR ഉണ്ട്, അവിടെ കയറി കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലീ മാർക്കറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ MDRലേക്ക് പോയി. അതിൻ്റെ താഴെ തന്നെ ആയിരുന്നു. അപ്പം അവിടെ കയറി ഞങ്ങൾ കോഫിയും, പിന്നെ ഞങ്ങൾ മിക്കവാറും ഇപ്പം കാപ്പിയുടെ കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ബോണ്ട സൂപ്പ് ഉണ്ടെങ്കിൽ അതാണ് കഴിക്കുന്നത്. അതുമാണ് ഓർഡർ ചെയ്തത്. അതും കഴിച്ചു. ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു. ചെറുതായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഉടുപ്പിയിലായിരുന്നു. ഉടുപ്പിയിലെ കുറച്ചുകൂടെ നല്ല ബോണ്ട സൂപ്പാണ്. അപ്പം അത് രണ്ടുമാണ് ഞങ്ങൾ കോഫി കുടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചത്. അത്യാവശ്യം നല്ലതൊക്കെയായിരുന്നു.
അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇതിൻ്റെ ഈ മോളിനകത്തേക്ക് ഒത്തിരി ഒന്നും ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങൾക്ക് മാക്സിൽ കയറണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും വന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ ഇതിനകത്തേക്ക് കയറി. അവിടെ എന്തായിരുന്നു, മാക്സി കയറുന്നതിന് മുമ്പേ ജസ്റ്റ് ഞങ്ങൾ മിനീസു കണ്ടപ്പം അവിടെ ഒന്ന് ചുമ്മാ കയറി, ചുമ്മാ കണ്ട് ചുമ്മാ കാണാൻ നല്ല രസമല്ലേ, അപ്പം അത് കണ്ടിട്ട് മാക്സി കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ കുറേ ബുക്ക് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ മിനിസോയിലേക്ക്, മിനിസോ ജസ്റ്റ് കണ്ടപ്പോഴത്തേനും അതിനകത്തേക്ക് കയറി. നല്ല രസമല്ലേ, ക്യൂട്ടായിട്ട് കുറേ കാര്യങ്ങളും ഒക്കെ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ അവസാനം ഞങ്ങളൊരു വാളറ്റും എടുത്താണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ്, ഇങ്ങനെ കുഞ്ഞു നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ വാട്ടർ ബോട്ടിൽ അത് ഞാൻ എടുത്തില്ല. അത് ഞാൻ മിക്കവാറും ഇങ്ങനെ റീലുകളിലൊക്കെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കണ്ടിട്ടുണ്ട്, ആ ടൈപ്പ് വാട്ടർ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങൾ ചുമ്മാ വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഇപ്പോൾ ചായ തിളപ്പിക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് ആ ടൈപ്പ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഈ ഗ്ലാസ് സംബന്ധമായ കാര്യങ്ങൾ ഞാൻ വളരെ കുറയ്ക്കും. എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയി താഴെ വീണ് പൊട്ടുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ഒരു വാളറ്റൊക്കെ എടുത്തു, എന്നിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ആ ബുക്ക് ഫെസ്റ്റിനകത്തൂടെ ഒന്ന് കറങ്ങിയെല്ലാം പോയി. ഞങ്ങൾ നേരെ പിന്നെ മാക്സി കയറി ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്ന് 2 ഐറ്റംസ് എടുക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പം അതും എടുത്തു. പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് കാണിക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ സാധാരണ പോലൊക്കെ തന്നെ മാക്സിലുള്ള ടൈപ്പ് ഡ്രസ്സുകളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും എടുത്ത് തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ താഴെയുള്ള ആ ഫ്ലീ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. അവിടെ ചുമ്മാ എന്താണെന്നൊക്കെ നോക്കാൻ തന്നെ കഴിഞ്ഞ്. നമ്മൾ എലമെൻറ്റ്സ് മോളിലും അവിടെ മന്ത്രി മോളിലും ഒക്കെ കണ്ട പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറേ എന്താ പറയുന്നത്, കമ്മലുകളൊക്കെ ഇഷ്ടം പോലെ കുറേ വെറൈറ്റീസ് ഓഫ് കമ്മലുകളുണ്ടായിരുന്നു, ഒത്തിരി കമ്മലുകൾ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞങ്ങളത് ചുമ്മാ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും, സന്ധ്യയാകാറായപ്പോഴത്തേനും ആളുകൾ നല്ലപോലെ ആളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ സാറ്റർഡേയും കൂടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചുമ്മാ കാണാൻ പോയി. പലതരത്തിലുള്ള ഇങ്ങനെ ജൂത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്കിതിനോടൊന്നും, ഈ ചെരുപ്പിനോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മുടെ ഷോക്കേസിൽ വെക്കേണ്ട ഐറ്റംസും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞാൻ ചുമ്മാ കമ്മലുകൾ, കുറേ ടൈപ്പ് കമ്മലുകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചുമ്മാ ഞാനിങ്ങനെ നോക്കി. കമ്മലുകളുടെ കടയായിരുന്നു കൂടുതൽ. കുറേ ടൈപ്പ് ഇങ്ങനെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ചുമ്മാ ഇങ്ങനെ നോക്കി.
പിന്നെ ഇതിൻ്റെ കീഴിലിങ്ങനെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ഡ്രസ്സും അതുമായിട്ട് ഒട്ടും മാച്ചല്ലായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയി. ഞാനൊരു ജീൻസും ടോപ്പുമാണ് ഇട്ടത്. പക്ഷെ നല്ലൊരു ടോപ്പ്, നല്ല ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ചുരിദാർ വല്ലതും ഇട്ടിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ കീഴിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നമ്മുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കുറേ കണ്ടു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞൊരു രാത്രിയോടെ സമയമൊക്കെ ആയപ്പോഴത്താണ്, രാത്രി മീൻസ് സന്ധ്യ കുറച്ചായി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്, അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ ആ മുകളിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കൊന്നുമല്ല, അവിടെ ഇങ്ങനെ നടക്കാൻ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി കുറച്ച് നേരം ഇരുന്നു സംസാരിക്കുക. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് പോയത്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് വീഡിയോ അധികം ഒരു നല്ലതായിട്ടില്ല ആ ഭാഗത്തെ ഒന്നും. അപ്പോഴത്തേനും കുറച്ച് ഇരുട്ടൊക്കെ ആയി. അവിടെ ആണെങ്കിൽ ലൈറ്റ്സ്, ഇങ്ങനത്തെ ചെറിയ ലൈറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്ത് നേരെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എടുത്തുള്ളൂ. കാരണം പിന്നെ അത് കഴിഞ്ഞ് രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ എന്തോ ഗോതമ്പ് ദോശ ചുട്ട് കഴിക്കും എന്തോ ചെയ്തത്, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.